ഒരുപാട് സന്തോഷം. UDF ഭരണത്തിൽ വന്നു. ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് കേരളത്തിൽ. എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എല്ലാം UDF തന്നെയാണ് ചെയ്തു വെച്ചത്. 10 വർഷക്കാലം അത് അവർ ചെയ്തു എന്ന് പൊടിയിട്ട് കാണിച്ചു എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. പക്ഷേ ഇനി വരുന്ന കാലഘട്ടങ്ങൾ ഇനി ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. അതിൻ്റെ ഭയങ്കര സന്തോഷത്തിലാണ്. ഈ ഇടതുപക്ഷത്തിൻ്റെ ഒരു സ്ഥിരം ഡയലോഗുണ്ട്, വികസനം വികസനം എന്ന് പറഞ്ഞിട്ട് ജനങ്ങളെ പറ്റിക്കുന്ന ആ രീതിയിലേക്ക് UDF മാറില്ല എന്നാണ് ജനങ്ങളുടെ വിശ്വാസം. എവിടെ വികസനിപ്പിച്ചു? മെട്രോ കൊണ്ടുവന്നിട്ട് 1 കിലോമീറ്റർ നീട്ടി അവർ 10 വർഷമായി. അതാ പറഞ്ഞു വികസനം എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനായിട്ട്. തീർച്ചയായിട്ടും വികസനം എന്ന് പറഞ്ഞിട്ട് ഒന്നും വികസനം ഉണ്ടായിട്ടില്ലെന്നാണ് സത്യം. പ്രത്യേകിച്ച് നമ്മുടെ കാര്യങ്ങൾ തന്നെ എടുത്ത് നോക്കിയാൽ മതി. കേരളത്തിലെ ട്രാൻസ്ജെൻഡർ മനുഷ്യർക്ക് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. കുറച്ച് പേർക്കൊക്കെ സ്ഥലങ്ങൾ കിട്ടിയിട്ടുണ്ട്. വീടിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചു എന്നുള്ളതേ ഉള്ളൂ. പിന്നെ ഒരുപാട് സ്ഥലങ്ങളിൽ വലിയ ഫെസ്റ്റിവലുകളൊക്കെ നടത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ 50 ലക്ഷം 100 ലക്ഷം ഒക്കെ ചിലവാക്കിയിട്ടുണ്ടെന്നൊക്കെ പറയുന്നു. പക്ഷേ അതൊന്നും ഒരു കണക്കിൽപ്പെടുന്ന കാര്യങ്ങളാണോ എന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല. പക്ഷേ അടിസ്ഥാനപരമായിട്ട് ട്രാൻസ്ജെൻഡർ മനുഷ്യർക്ക് ചെയ്യാനായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് UDF സർക്കാർ ചെയ്യുമെന്നുള്ള കാര്യം ഉറപ്പുണ്ട്. ഈ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ബസ്സുകളിലടക്കം ഒരു സൗജന്യ യാത്ര, അതെങ്ങനെ? ബസ്സുകളിലെ സൗജന്യ യാത്ര, അതിനകത്ത് പ്രത്യേകം മെൻഷൻ ജെൻഡർ ടിക്കറ്റിങ്ങിനകത്ത് പുരുഷൻ, സ്ത്രീ, ട്രാൻസ്ജെൻഡർ, ചിൽഡ്രൻസ് എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് സൗജന്യ യാത്ര സ്ത്രീകൾക്കാണെന്ന് പറഞ്ഞിട്ടുണ്ട്. കൃത്യമായിട്ട് ഒരുപാട് പേര് അതിനകത്ത് കളിയാക്കിയൊക്കെ സംസാരിച്ചത് ഞാൻ കേട്ടിട്ടുണ്ട്. ഞങ്ങളുടെ ഇടയിൽ തന്നെ ഒരുപാട് പേരൊക്കെ ചിലപ്പോൾ ഒരു രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്നത് കൊണ്ട് ചിലപ്പോൾ അവർ പറയുന്നതായിരിക്കാം. പക്ഷേ എന്നാൽ പോലും ഒരു 5 വാഗ്ദാനങ്ങൾ ഒരു സർക്കാർ തരുമ്പോൾ അതിൽ ഒരു വാഗ്ദാനം നിറവേറ്റാൻ പോവുകയാണ്. അപ്പോൾ കൃത്യമായി സ്ത്രീകൾക്ക് സൗജന്യ യാത്ര എന്ന് പറയുന്ന കാര്യം അത് പ്രാബല്യത്തിൽ വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത് സ്ത്രീകൾക്ക് അർഹതപ്പെട്ടതല്ലേ. പല സ്ഥലങ്ങളിലും പല സ്റ്റേറ്റുകളിലും അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പം തീർച്ചയായിട്ടും കേരളം അതിന് മുന്നോട്ട് സാക്ഷി വഹിക്കുകയാണ്. പിന്നെ ഇന്ന് ഏറ്റവും പാവപ്പെട്ടവരാണ് ബസ്സിൽ കയറുന്നത്. ഇന്ന് ആരാണ് ബസ്സിൽ കയറുന്നത്? അതിനൊരു ആർക്കും വണ്ടിയുണ്ട്, കാറുണ്ട്. കയറുന്നവരെല്ലാം വെറും സാധുക്കളെ കയറുള്ളൂ. ചിലവർ പറഞ്ഞതിനുള്ള മറുപടിയാണ് ചില ആൾക്കാർ. പക്ഷേ ചിലവർ പറഞ്ഞത് BMW ഉള്ളവർ വരെ ബസ്സിൽ കയറുമെന്ന് പറഞ്ഞു. BMW ഉള്ളവരൊക്കെ ഈ മുൻ മന്ത്രി ചോദിക്കട്ടെ, ബസ് സ്റ്റോപ്പിൽ കാത്തുനിന്ന് ബസ് വരണതൊക്കെ നോക്കി ടൈമിംഗ് ഒക്കെ എടുത്ത് ആ ബസ്സിൽ കയറി ഇത്ര സമയം വരെ ഞെരുക്കത്തിലൂടെയൊക്കെ യാത്ര ചെയ്ത് പോകുന്ന ഏത് വലിയ പണക്കാരെ എനിക്കറിയില്ല. ഉണ്ടാവുമായിരിക്കും, ചിലപ്പോൾ പൈസയ്ക്ക് അത്രയും പിശുക്കുള്ള ആൾക്കാരുണ്ടാവുമായിരിക്കും. മുൻ മന്ത്രി ഗണേഷ് കുമാർക്ക് എങ്ങനെ പറയാം? ഗണേഷ് സാർ ചെയ്ത കാര്യങ്ങൾ, നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത് നല്ലതായിട്ട് അംഗീകരിക്കും. പക്ഷേ മോശമായുള്ള പ്രസ്താവനകളെ ഒരിക്കലും നമ്മൾ അംഗീകരിക്കത്തില്ല. ഈ ജനങ്ങൾക്കുള്ള അടിസ്ഥാനകരമായ ഒരു പാക്കേജ്, ഇപ്പോൾ വിദ്യാഭ്യാസം, ആരോഗ്യം, അങ്ങനെ അല്ല, അതിൻ്റെ ഇപ്പം ഇലക്ഷന് മുന്നേ ആയിട്ട് തന്നെ 5 പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. അത് ഏറ്റവും വലിയ പ്രഖ്യാപനമല്ലേ നടത്തിയിരിക്കുന്നത്. 5 പ്രഖ്യാപനങ്ങളെല്ലാം അറിയാലോ എന്താണെന്ന്. 10 വർഷം ഭരിച്ചിട്ട് അവരെന്ത് പ്രഖ്യാപനമാണ് ജനങ്ങൾക്ക്? നമ്മുടെ ആരോഗ്യ മേഖല ഇപ്പോൾ തകർന്ന് തരിപ്പണായിരിക്കുകയാണ്. വളരെ മോശം പറഞ്ഞു. ഒരു ആരോഗ്യമന്ത്രി ഒരു ഹോസ്പിറ്റലിൽ സാധാരണ മുൻപൊക്കെ ഉള്ള മന്ത്രിമാരെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഇടയ്ക്കിടയ്ക്ക് മിന്നൽ പരിശോധന നടത്തുമായിരുന്നു. ഈ മന്ത്രി എന്നാണ് ഒരു മിന്നൽ പരിശോധന നടത്തിയിട്ട് വേണ്ട സൗകര്യങ്ങൾ, അടിസ്ഥാന സൗകര്യങ്ങൾ എവിടെയാണ് ഒരുക്കിയിട്ടുള്ളത്? അത് ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോകാറുണ്ട്. അപ്പം പ്രത്യേകിച്ച് ഈ ഹോസ്പിറ്റലിനകത്ത് കയറ്റി വിടുന്നപ്പോൾ എല്ലാവരും അങ്ങനെ കയറ്റി വിടത്തില്ല, അതിനൊക്കെ പറയും. പക്ഷേ അവിടുത്തെ ഒരു രീതിയൊന്നും ഒട്ടും ശരിയല്ല. ഒരുപാട് കാര്യങ്ങൾ മാറണ്ട്. ഏതോ ഒരു മെഡിക്കൽ കോളേജ് പൂട്ടി കിടക്കുകയല്ലേ, അത് ഓപ്പൺ ചെയ്തുകൂടെ? എന്ത് കഷ്ടപ്പെട്ടിട്ട് അങ്ങനെ ഒരു മെഡിക്കൽ കോളേജ് കൊണ്ടുവന്നത്? എല്ലാ മെഡിക്കൽ കോളേജും പൂട്ടി കിടക്കുന്ന ഒരു അവസ്ഥയിലാണ്. ആണ്. ഒരു രോഗി ഒരു ബെഡിൽ 3 പേര് കിടക്കണം എന്ന് വെച്ചാൽ കണ്ട പ്ലസ് 2 പേര് തറയിലും കിടക്കും. 2 പേര് തറയിൽ കിടക്കും. ബോഡി കൊണ്ടുപോകാൻ വെയിറ്റ് ചെയ്തിരിക്കാൻ അടുത്ത ആളെ കയറാൻ. അതിൽ ഒരാൾ 2 പേരാ കയറുന്നത്. ഇതൊക്കെയാണ് വികസിക്കാൻ. ആരോഗ്യ മേഖല നല്ല രീതിയിൽ വരണം, വിദ്യാഭ്യാസ മേഖല നല്ല വരണം, സാംസ്കാരികമായിട്ട് നല്ല രീതിയിൽ വരണം. ഒരു പാർട്ടിയെ വിശ്വസിക്കുന്ന ആ പാർട്ടിയിലുള്ളവർക്ക് മാത്രം ആനുകൂല്യങ്ങൾ കൊടുക്കുകയും അവരെ മാത്രം ജോലിയിൽ ഏർപ്പെടുത്തുകയും ചെയ്യുന്ന പ്രവണതകളൊക്കെ ഭയങ്കര മോശമാണ്. അത് ഈ 10 വർഷക്കാലം അങ്ങനെ തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാനൊരു സാധാരണ രീതിയിലൊരു പൗരയാണെന്നുള്ള രീതിയിലുള്ള ഒരു ഇതാണ് ഞാൻ പറയുന്നത്. സാധാരണക്കാരി എൻ്റെ വ്യൂവിൽ കാണുന്ന ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. ഉമ്മൻചാണ്ടി സർക്കാർ ചെയ്തു വെച്ച കാര്യങ്ങൾ ഇവർ ഉദ്ഘാടനം ചെയ്ത് അവർ സ്വന്തം പേരിൽ ജനങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. ഈ വിഴിഞ്ഞം പോർട്ടാവട്ടെ, ഈ മെട്രോ ആവട്ടെ, എല്ലാം ഉമ്മൻചാണ്ടി സാറിരുന്ന സമയത്ത് തുടങ്ങി വെച്ച് ഇവർ ഉദ്ഘാടനം. ഇത് തന്നെയാണ് ജനങ്ങൾക്ക് അറിയാം. ജനങ്ങളെല്ലാം അറിഞ്ഞുകൊണ്ടാണല്ലോ ഇപ്പോൾ ഇവരെ 10 വർഷത്തെ ദുർഭരണത്തിനെതിരെ അടിച്ചമർത്തിക്കൊണ്ട് ഇപ്പോൾ UDF സർക്കാർ ഭരണത്തിൽ വരികയും ഇനിയുള്ള 5 വർഷം നമുക്ക് ജനങ്ങൾക്ക് വേണ്ടി സർക്കാർ എന്ത് ചെയ്യണമെന്ന് അവർ കാണട്ടെ.
നമുക്കത് ഇതിനോടകം സംസാരിക്കാൻ തുടങ്ങി വയ്ക്കുന്നു എന്നുള്ളതേ ഉള്ളൂ, പൂർത്തീകരിക്കുന്നു എന്നുള്ളത് അങ്ങനെ ഒരുപാടൊന്നും ഞാൻ കണ്ടിട്ടില്ല പൂർത്തീകരിച്ചു എന്നുള്ളതൊന്നും. അന്ന് കൊടിയും പിടിച്ച് ഇതിനെ എതിർത്ത ആൾക്കാരൊക്കെ പോയി ഉദ്ഘാടനം ചെയ്യാൻ അവർക്ക് ഭയങ്കര മിടുക്കാണ്. അന്ന് ഒരുപാട് ഈ വിഴിഞ്ഞം ഫോർട്ടിനെതിരെ ആദാനി കൊടുത്തതിനെതിരെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, കൊടി പിടിക്കുകയും ചെയ്ത മനുഷ്യരാണ്. അന്ന് ഈ ചെയ്ത ആൾക്കാരാണ് ഇപ്പോൾ പോയി അതിനെ ഉദ്ഘാടനം ചെയ്യും, അവർ പേരെടുക്കുകയും ചെയ്തത്. അതൊക്കെ ജനങ്ങൾക്ക് എല്ലാം പണ്ട് കണ്ണൂർ എയർപോർട്ട് കൊണ്ടുവരാൻ നേരത്തെ ഇവർ എതിർത്ത് സമരം ചെയ്ത്, ഇന്ന് അവർക്ക് സ്വന്തം. അത് എല്ലാ കാര്യം കൊണ്ടുവരുമ്പോൾ ഇടതുപക്ഷം കയറി എതിർക്കാൻ സ്വാഭാവികം. സ്വന്തം മെട്രോ കൊണ്ടുവരാൻ നേരത്ത് അവർ എതിർത്ത്, ഇന്ന് അവർക്ക് സ്വന്തം. ഇവർ ഈ 10 വർഷമായി 1 കിലോമീറ്റർ കൂട്ടിക്കളയാത്തത് ഇവരെന്ത് ചെയ്ത്? വിഴിഞ്ഞം പദ്ധതി കൊണ്ടുവന്നപ്പോൾ ഉമ്മൻചാണ്ടി കൊണ്ടുവന്നപ്പോൾ അത് എതിർത്ത്, ഇന്ന് അവർക്ക് സ്വന്തം. പണ്ട് കമ്പ്യൂട്ടർ കൊണ്ടുവന്നപ്പോൾ എതിർത്ത്, ഇന്ന് അവർക്ക് സ്വന്തം. ഒരേ ഒരു കാര്യം, നമ്മുടെ ഉമ്മൻചാണ്ടി സാർ ഇരുന്ന പോലെ മുന്നേ ഇരുന്ന കേരളത്തിലെ മുഖ്യമന്ത്രിമാരെ പോലെയും ജനങ്ങളെ എപ്പോഴും ജനങ്ങൾക്ക് ഏത് സമയത്ത് സ്വീകാര്യത കൂടി സംസാരിക്കാനും അവരുടെ കാര്യങ്ങൾ ബോധിപ്പിക്കാനും പറ്റുന്ന ഒരു സർക്കാർ UDF സർക്കാരാണ്. അതെപ്പോഴും അങ്ങനെ തന്നെയാണ്. രാജാവിനെ പോലെ ഒരു കാറ് പോവുകയും 100 വണ്ടി പുറകെ പ്രൊട്ടക്ഷനായിട്ട് പോവുകയും ബാക്കിയുള്ള ജനങ്ങളെ ഭയങ്കരമായി ബുദ്ധിമുട്ടിക്കുകയും ചെയ്യുന്ന ഒരു ഭരണമല്ല എന്നുള്ളൊരു വിശ്വാസം 100% ഉണ്ട്. പക്ഷെ ഉമ്മൻചാണ്ടി സർക്കാരിനെ ഉമ്മൻചാണ്ടിയെ വല്ലാത്ത രീതിയിൽ വേദനിപ്പിച്ചിട്ടുണ്ട്. സരിതയുടെ പേര് പറഞ്ഞാണ് 5 വർഷം കൊണ്ട് കിട്ടിയത്. അത് അടുത്ത ജയിക്കാൻ വേണ്ടി കാണിച്ച ഒരു നാടകം. പേര് പറഞ്ഞാണ് ഇട്ടാണ് 5 വർഷം കൊണ്ട് കിട്ടിയത്, അല്ല ഇവർ ചെയ്ത പ്രവൃത്തി കൊണ്ടല്ല കിട്ടിയത്. അത് CPM-ലെ നേതാക്കൾ തന്നെ പറഞ്ഞു, ഇലക്ഷൻ ജയിക്കാൻ വേണ്ടി മാത്രം. ഈ രണ്ടാമത് ഈ സർക്കാർ അധികാരത്തിൽ വരാനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ അന്ന് ഐഡിയപരമായിട്ട് ഈ ജനങ്ങൾക്ക് കിറ്റ് വിതരണം ചെയ്തു. ഈ കിറ്റ് വിതരണം ചെയ്തപ്പോൾ ആൾക്കാർ വിചാരിച്ച് ഈ സർക്കാർ ഇപ്പോൾ ഭരണത്തിൽ വരുമ്പോൾ ഈ ഉള്ള കാലം ഒരിക്കൽ കിറ്റുകൾ കൊടുക്കുമെന്ന് വിചാരിച്ച് ജയിപ്പിച്ചു. എന്തായി അവസാനം? പക്ഷെ ആ കിറ്റ് കഴിക്കാൻ കൊള്ളില്ല. പുഴുവും അതും ഇതൊക്കെ ഇപ്പോഴും അതുപോലെ അത് നമ്മുടെ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് തന്നെ ടെസ്റ്റ് ചെയ്ത് പുറത്തിറക്കിയതാണ്. ഈ ഇപ്പോൾ എന്താ ചെയ്തത്? പെൻഷൻ കൂട്ടെന്ന് പറഞ്ഞാൽ 1000 രൂപയുടെ കൂട്ടി കൊടുക്കുന്ന രീതിയിലൊക്കെ കാണിച്ചില്ലേ? അതെന്തിനു വേണ്ടിയിട്ടാണ്? വീണ്ടും ആൾക്കാരെ പറ്റിക്കാന്ന് വിചാരിച്ചു, പക്ഷെ നടന്നില്ല. ആൾക്കാരെന്നും വിഡ്ഢികളാവത്തില്ല.